മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ അടുത്തുള്ള ബെൽ ഐക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ ചിങ്ങം രാശിക്കാരുടെ വർഷം 2024 ഡിസംബർ മാസത്തിലെ സമ്പൂർണ്ണ മാസഫലങ്ങളാണ് വിവരിക്കുന്നത്. ആദ്യമായി ഡിസംബർ മാസത്തിലെ വിശേഷ ദിവസങ്ങൾ ഏതൊക്കെയായിരിക്കുമെന്ന് നോക്കാം. 1-ാം തീയതി അമാവാസി, 7-ാം തീയതി വിഷ്ണു സപ്തമി, 11-ാം തീയതി ഗുരുവായൂർ ഏകാദശി, 13-ാം തീയതി പ്രദോഷവ്രതം, 15-ാം തീയതി പൂർണിമ, 19-ാം തീയതി ചതുർത്ഥി, 26-ാം തീയതി സഫല ഏകാദശി, 28-ാം തീയതി പ്രദോഷവ്രതം, 29-ാം തീയതി മാസ ശിവരാത്രി, 30-ാം തീയതി അമാവാസി എന്നിവയായിരിക്കും ഈ മാസത്തിലെ വിശേഷ ദിവസങ്ങൾ. ഇനി ഈ മാസത്തിലെ ഗ്രഹനില എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം. ഗുരു ഇടവം രാശിയിലും ചൊവ്വ തൻ്റെ നീചസ്ഥാനമായ കർക്കടകം രാശിയിലും കേതു കന്നി രാശിയിലും സൂര്യനും ബുധനും വൃശ്ചികം രാശിയിലും ശുക്രൻ ധനുരാശിയിലും ശനി തൻ്റെ സ്വരാശിയും മൂലത്രികോണസ്ഥാനവുമായ കുംഭം രാശിയിലും രാഹു മീനം രാശിയിലുമായിരിക്കും മാസത്തിൻ്റെ ആരംഭത്തിൽ നിൽക്കുന്നത്. ശുക്രൻ ഡിസംബർ 2-ാം തീയതി ധനുരാശിയിൽ നിന്നും മകരത്തിലേക്കും പിന്നീട് 28-ാം തീയതി അവിടെ നിന്നും കുംഭത്തിലേക്കും രാശി മാറുന്നതായിരിക്കും. വൃശ്ചികം രാശിയിൽ നിൽക്കുന്ന സൂര്യൻ ഡിസംബർ 15-ാം തീയതി ധനുരാശിയിലേക്ക് രാശിമാറ്റം ചെയ്യുന്നതായിരിക്കും. മാസാരംഭത്തിൽ വൃശ്ചികം രാശിയിൽ നിൽക്കുന്ന ചന്ദ്രൻ ഓരോ 2.25 ദിവസം കഴിയുമ്പോൾ തൻ്റെ രാശി മാറിക്കൊണ്ടിരിക്കുന്നതായിരിക്കും. ഇപ്പോൾ ചതയം നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്ന ശനി ഡിസംബർ 27-ാം തീയതി പൂരുരുട്ടാതി നക്ഷത്രത്തിലേക്ക് നക്ഷത്രമാറ്റം ചെയ്യുന്നതായിരിക്കും. ചതയം രാഹുവിൻ്റെയും പൂരുരുട്ടാതി ഗുരുവിൻ്റെയും ആധിപത്യത്തിലുള്ള നക്ഷത്രങ്ങളാണ്. ഈ സമയത്ത് തൻ്റെ നീചസ്ഥാനത്ത് നിൽക്കുന്ന ചൊവ്വ ഡിസംബർ 7-ാം തീയതി വക്രഗതിയിൽ ആകുന്നതായിരിക്കും. ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനയെ അടിസ്ഥാനമാക്കിയുള്ള പൊതുഫലങ്ങളാണ്. നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില, ഇപ്പോഴത്തെ മഹാദശ, അപഹാരം എന്നിവയനുസരിച്ച് ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട്. ആദ്യമായി നിങ്ങളുടെ ആരോഗ്യസ്ഥിതികൾ ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം. 1-ാം ഭാവമാണല്ലോ ആരോഗ്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. 1-ാം ഭാവാധിപൻ സൂര്യനാണ്. സൂര്യൻ നിൽക്കുന്നത് 4-ാം ഭാവത്തിലാണ്. ഇവിടെ ബുധനോടൊപ്പം സൂര്യൻ ബുധാദിത്യ യോഗവും നിർമ്മിക്കുന്നുണ്ട്. ആരോഗ്യസ്ഥിതികൾ നല്ലതായിരിക്കും. ഇവിടെ രാഹുവിൻ്റെ 9-ാം ദൃഷ്ടിയും ശനിയുടെ 10-ാം ദൃഷ്ടിയും പതിക്കുന്നുണ്ട്. എങ്കിലും ഗുരുവിൻ്റെ ശുഭദൃഷ്ടി അതിനെയെല്ലാം മാനേജ് ചെയ്യുന്നതായിരിക്കും. 12-ൽ ചൊവ്വ നീചസ്ഥാനത്ത് നിൽക്കുന്നത് നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് തലവേദനയോ വൈറൽ ഫീവറോ മറ്റും വരാൻ ഇടയാക്കുമെങ്കിലും ആരോഗ്യസ്ഥിതികളിൽ ആശങ്കപ്പെടേണ്ട ആവശ്യമില്ല. ഇനി വിദ്യാർത്ഥികളെക്കുറിച്ചാണ് പറയുന്നത്. 5-ാം ഭാവാധിപൻ ഗുരുവാണ്. ഗുരു നിൽക്കുന്നത് 10-ാം ഭാവത്തിലാണ്. ഇവിടെ ഗുരുവിൻ്റെ മേൽ മറ്റ് ഗ്രഹങ്ങളുടെ പ്രഭാവവും ഇല്ല. വിദ്യാർത്ഥികൾക്കിത് അനുകൂല സമയമായിരിക്കും. പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നതും നല്ല പരിശ്രമം ചെയ്യുന്നതും നിങ്ങൾക്ക് പ്രതീക്ഷിച്ച ഫലങ്ങൾ ലഭിക്കുവാൻ ഇടയാക്കുന്നതുമായിരിക്കും. സ്കോളർഷിപ്പിനും മറ്റും ട്രൈ ചെയ്യുന്നവർക്ക് മാസത്തിൻ്റെ 2-ാം പകുതി കൂടുതൽ അനുകൂലമായിരിക്കും. ലവ് റിലേഷനിലുള്ളവർക്കും ഈ മാസം വളരെ നല്ലതായിരിക്കും. പ്രേമബന്ധങ്ങളെ വിവാഹബന്ധത്തിലാക്കുവാൻ ഉചിത സമയമായിരിക്കും. ഈ സമയത്ത് പുതിയ പ്രേമബന്ധങ്ങൾ ഉടലെടുക്കുവാനും സാധ്യതകളുണ്ട്. ഇനി നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ചാണ് പറയുന്നത്. 7-ാം ഭാവാധിപൻ ശനിയാണ്. ശനി നിൽക്കുന്നത് 7-ാം ഭാവത്തിൽ തന്നെയാണ്. ഈ സമയത്ത് നിങ്ങൾ കണ്ടകശനിയുടെ പ്രഭാവത്തിലാണ്. 7-ാം ഭാവം ശനിയുടെ സ്വരാശിയും മൂലത്രികോണ സ്ഥാനവുമാണ്.
ഇവിടെ ശനി പഞ്ചമഹാപുരുഷ രാജയോഗങ്ങളിൽ ശ്രേഷ്ഠമായ ശശയോഗവും നിർമ്മിക്കുന്നുണ്ട്. ശനി ഈ സമയത്ത് വക്രഗതിയിൽ നിന്നും നേരെ സഞ്ചരിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. ഇതെല്ലാം കാരണം കണ്ടകശനിയുടെ കൂടുതൽ പ്രഭാവങ്ങൾ അനുഭവപ്പെടുന്നതല്ലായിരിക്കും. ദാമ്പത്യ ജീവിതം ഈ സമയത്ത് സുഖകരമായിരിക്കും. നേരത്തെ മുതൽ പ്രശ്നങ്ങളുള്ളവർക്ക് അതിൽ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും. ഒരു ചെറിയ പ്രശ്നമുള്ളത് ഇവിടെ നീചസ്ഥാനത്ത് നിൽക്കുന്ന ചൊവ്വയുടെ 8ാം ദൃഷ്ടി പതിക്കുന്നുണ്ട്. ഇത് ജീവിത പങ്കാളിയുടെ ആരോഗ്യത്തിൽ ചെറിയ പ്രശ്നങ്ങൾ വരാൻ ഇടയാക്കും. ഇതല്ലാതെ മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടാകുന്നതല്ലായിരിക്കും. അവസാനമായി നിങ്ങളുടെ ഭാഗ്യം, കരിയർ, ബിസിനസ്, സാമ്പത്തിക സ്ഥിതികൾ എന്നിവ എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം. ഭാഗ്യസ്ഥാനമായ 9ാം ഭാവത്തിൻ്റെ അധിപൻ ചൊവ്വയാണ്. ചൊവ്വ നിൽക്കുന്നത് 12ാം ഭാവത്തിലാണ്, അതും തൻ്റെ നീചസ്ഥാനത്ത്. ചൊവ്വയുടെ സ്ഥിതി നിങ്ങൾക്കത്ര അനുകൂലമായിരിക്കത്തില്ല. കാര്യങ്ങളിൽ ഇടയ്ക്കിടയ്ക്ക് തടസ്സങ്ങൾ വരാൻ സാധ്യതകളുണ്ട്. അതിനാൽ എല്ലാ കാര്യങ്ങളും നല്ല ശ്രദ്ധയോടെ ധൃതി പിടിക്കാതെ സാവകാശം വേണം ചെയ്യുവാൻ. ഈ സമയത്ത് യാത്രകളും മറ്റും ചെയ്യുമ്പോൾ ബാഗ്, പൈസ, മൊബൈൽ എന്നിവയും മറ്റും മോഷണം പോകാതിരിക്കുവാൻ ശ്രദ്ധിക്കണം. വലിയ നിക്ഷേപങ്ങളും മറ്റും ചെയ്യുന്നതിന് മുൻപ് അതിനെക്കുറിച്ച് നന്നായി സ്റ്റഡി ചെയ്യുന്നത് നല്ലതായിരിക്കും. കരിയറിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ 10ാം ഭാവാധിപൻ ശുക്രൻ 6ാം ഭാവത്തിലായിരിക്കും ഡിസംബർ 2ാം തീയതി മുതൽ നിൽക്കുന്നത്. ഇത് നിങ്ങളിൽ അസൂയ പുലർത്തുന്നവരും കോമ്പറ്റീറ്റേഴ്സും മറ്റും ആക്റ്റീവാകാൻ ഇടയാക്കുന്നതായിരിക്കും. അതിനാൽ ഈ വക കാര്യങ്ങളിൽ നല്ല ശ്രദ്ധയുണ്ടായിരിക്കണം. ആരോടും അതിര് കവിഞ്ഞ് വിശ്വസിക്കുവാൻ പാടില്ല. ഓഫീസിലും മറ്റും എല്ലാ ജോലികളും സ്വയം ചെയ്തു തീർക്കുവാൻ ശ്രമിക്കണം. പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് നന്നായി ശ്രമിച്ചാൽ ജോലി ലഭിക്കുവാനുള്ള സാധ്യതകളുണ്ട്. വ്യാപാരി വ്യവസായികൾക്ക് ഈ മാസം വളരെ ശുഭകരമായിരിക്കും. 7ാം ഭാവാധിപൻ ശനി ഇപ്പോൾ ശുഭസ്ഥിതിയിലാണ്. ബിസിനസ്സിൽ പുരോഗതി ഉണ്ടാകുന്നതായിരിക്കും. കൂടാതെ ലാഭസ്ഥാനത്തിൻ്റെയും ധനസ്ഥാനത്തിൻ്റെയും അധിപൻ സുഖസ്ഥാനത്ത് നിൽക്കുന്നതും അവിടെ ബുധാദിത്യ യോഗം നിർമ്മിക്കുന്നതും കാരണം ലാഭസ്ഥിതികൾ വർദ്ധിക്കുന്നതും അത് സാമ്പത്തിക സ്ഥിതി സുദൃഢമാക്കുവാൻ സഹായിക്കുന്നതുമായിരിക്കും. സുഖസ്ഥാനാധിപൻ ചൊവ്വ നീചസ്ഥാനത്താണെങ്കിലും ഇവിടെ ഗുരുവിൻ്റെ ദൃഷ്ടി പതിക്കുന്നതും ബുധാദിത്യ യോഗം നടക്കുന്നതിനാലും മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ പ്രോപ്പർട്ടികളിൽ നിന്നും ലാഭം ലഭിക്കാൻ ഇടയാകുന്നതായിരിക്കും. മാസത്തിൻ്റെ 2ാം പകുതിയിൽ പ്രോപ്പർട്ടിയുടെ ക്രയവിക്രയങ്ങൾ ചെയ്യുമ്പോൾ കുറച്ച് ജാഗ്രത പുലർത്തുന്നത് നല്ലതായിരിക്കും. ഇതാണ് ചിങ്ങം രാശിക്കാരുടെ ഡിസംബർ മാസത്തിലെ സമ്പൂർണ്ണ മാസഫലങ്ങൾ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.